സാർ നമസ്കാരം. നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് അഞ്ചരക്കണ്ടിയിലുള്ള ഒരു ദന്തൽ കോളേജിൽ ഏപ്രിൽ മാസം 10-ാം തീയതി ഒരു ദുരൂഹ മരണം സംഭവിച്ചു. അതിപ്പോൾ കൊലപാതകമാണെന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു. നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു ദളിത് വിദ്യാർത്ഥിയെ കോളേജിലെ അധികൃതർ വിളിച്ച് പീഡിപ്പിച്ചതിൻ്റെ പേരിൽ, അതായത് അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ ആ കുട്ടിയുടെ അച്ഛനും വേണ്ടപ്പെട്ട ആളുകളും എല്ലാവരും കോളേജിൽ ഇന്ന് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടി മരിച്ച ഇടം കാണുന്നതിന് വേണ്ടി അത്രത്തോളം വൈകാരികമായ രംഗങ്ങളായിരുന്നു. ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നത്, ഒരു കാരണവശാലും എൻ്റെ മകൻ മരിക്കില്ല, ആത്മഹത്യ ചെയ്യില്ല, അവന് ജീവിതത്തിലേക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കുടുംബം രക്ഷിക്കണമെന്ന് അവന് വലിയ ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ഇവർ പറയുന്ന തരത്തിൽ 12,000 രൂപയുടെ ഒരു ലോൺ ആപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അതൊരിക്കലും സംഭവിക്കില്ല, ഞങ്ങളോട് പറഞ്ഞിരുന്ന കാര്യമാണ്. ഈ കുട്ടിയെ ഇവർ കൊലപ്പെടുത്തിയതാണ്, മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊന്നതാണ് എന്നാണ് നിതിൻ രാജിൻ്റെ അച്ഛൻ പറയുന്നത്. മാത്രമല്ല, ഇന്ന് മറ്റൊരു സംഭവം കൂടി അവിടെ നടന്നിരുന്നു. 52 ദളിത് സംഘടനകളുടെ കൂട്ടായ ഒരു മാർച്ചാണ് ഇന്ന് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലേക്ക് നടന്നത്. അപ്പോൾ ആ ദളിത് മാർച്ച് വരുമ്പോൾ പോലീസിനൊപ്പം തന്നെ കോളേജ് അധികൃതർ ബൗൺസർമാർ എന്ന് പറയുന്ന ഒരു പറ്റം ആളുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇവരെ തടയാൻ വേണ്ടി. സാധാരണഗതിയിൽ വലിയ ഈവൻറ്റുകൾ നടക്കുമ്പോഴാണ് ബൗൺസർമാർ എന്ന് പറയുന്ന സെക്യൂരിറ്റി സ്റ്റാഫുകളെ പോലുള്ള ആളുകൾ അവിടെ വരിക. അവർക്ക് അജാനബാഹുക്കളായ മനുഷ്യരാണ്. ഇന്നിപ്പോൾ ഈ ദളിത് സംഘടനകളുടെ മാർച്ച് തടയുന്നതിന് വേണ്ടി കോളേജ് ഈ ബൗൺസർമാരെ ഏർപ്പെടുത്തിയിരുന്നു. പച്ചയ്ക്ക് പറഞ്ഞാൽ ഗുണ്ടകളെ ഏർപ്പെടുത്തിയിരുന്നു. എന്താണ് ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത്? അതായത് ഇത് പിണറായി വിജയന്റെ മണ്ഡലമാണ്. ആ പിണറായി വിജയന്റെ മണ്ഡലത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ട് പിണറായി വിജയനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? അതിന്റെ നിഗൂഢത എന്താ? ഇന്ന് നമ്മൾ നിതിൻ രാജിന്റെ പിതാവ് വന്നിട്ട് അവിടെ പത്രക്കാരോട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കണ്ട. അതൊന്ന് പ്രേക്ഷകരെ കേൾപ്പിക്കാം നമുക്ക് ആദ്യം. കേട്ടല്ലോ, അദ്ദേഹം എത്ര വൈകാരികമായിട്ട് ഒരു സ്വന്തം പിതാവ് മകന്റെ മരണത്തിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ട് കൃത്യമായി അദ്ദേഹം പഠിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇതിനകത്ത് ഈ പറയുന്ന റാം മാത്രമല്ല, അതേപോലെ ലേഡി സംഗീത മേനോൻ മാത്രമല്ല, സംഗീത നമ്പ്യാർ മാത്രമല്ല, ഇത് പ്രിൻസിപ്പാളും ഇതിന്റെ പ്രതിയാണ്. അതിന് പറയാൻ കാരണം, പ്രിൻസിപ്പാൾ ആ റൂമിലേക്ക് വിളിച്ചു വരുത്തി ഈ പറയുന്ന ദളിത് വിദ്യാർത്ഥിയായ നിതിൻ രാജിനെ വിളിച്ചു വരുത്തി അവിടെ വെച്ചുണ്ടായ സംഭവത്തിന് ശേഷം 25 മിനിറ്റിനുള്ളിലാണ് ഈ നിതിൻ രാജ് മരിക്കുന്നത് വിവരം പുറത്തു വരുന്നത്, മരിച്ചു എന്ന് പറയുന്നത്. അതായത് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ നിതിൻ രാജിന്റെ പിതാവ് പറയുന്നിടത്ത് ചില കാര്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിതിൻ രാജ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. കാരണം അദ്ദേഹം ആ വിദ്യാർത്ഥി തൻ്റെ സഹപാഠിയായ വിദ്യാർത്ഥിക്ക് അതിന് മുമ്പ് അയച്ച ഒരു ഓഡിയോ മെസ്സേജിൽ പറയുന്നത്, ഞാൻ ഏത് എനിക്ക് പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് ഞാനൊരു ഡോക്ടറായിട്ട് മാത്രമേ തിരിച്ചു പോകൂ. അതൊരു ഉറച്ച തീരുമാനവും ആത്മവിശ്വാസവുമാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹം ആ കുട്ടിയെ ആത്മഹത്യ ചെയ്യില്ല എന്നാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നടന്നിരിക്കുന്നത് എന്താണ്? ഈ കുട്ടിയെ വിളിച്ചു വരുത്തി കുട്ടിയെ ഫോൺ ആപ്പ് വഴി ഒരു 14,000 രൂപ എടുക്കുകയും അതിൽ പൈസ തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ഒരു ടീച്ചറെ വിളിച്ച ആ ആപ്പിന്റെ ആൾക്കാർ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായി. ടീച്ചർ കംപ്ലൈന്റ് ചെയ്തു, കോൺടാക്ട് നമ്പർ ടീച്ചറിന് കൊടുത്തു എന്നാണ് പറയുന്നത്. അതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കുട്ടിയുടെ കഷ്ടപ്പാടും വിഷമങ്ങളും മനസ്സിലാക്കി ആശ്വസിപ്പിക്കുകയാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. പകരം ആ കുട്ടിയോട് വളരെ ഹറാസായി സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും വളരെ പച്ചയായിട്ട് കറുപ്പുള്ള ആളാണെന്നും ജാതീയമായി അധിക്ഷേപിക്കുകയും അങ്ങനെ വളരെ മോശമായിട്ട് വളരെ ആ കുട്ടിയെ ഹേർട്ട് ചെയ്യുന്ന രൂപത്തിൽ പറഞ്ഞു എന്ന് വേണമെങ്കിൽ കരുതാൻ. അല്ലാതെ എന്തായാലും ഒന്നുകിൽ ആത്മഹത്യയാണ് അങ്ങനെ, അല്ലെങ്കിൽ പിന്നിലൂടെ പോയി ഇതിലെ പോലെ പുറത്തു പോയപ്പം അവിടെ ആക്രമിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, തള്ളിയിട്ടുണ്ടാകാം. കാരണം ആ രൂപത്തിലാവാം. തള്ളിയിടാൻ ആരും തയ്യാറാവുന്ന കൊല്ലുമെന്നൊന്നും കരുതുന്നില്ല. ആക്രമിച്ചിട്ടുണ്ടാകാം, അപ്പൊ തെന്നിയിട്ട് താഴേക്ക് പതിച്ചിട്ടുണ്ടാകാം. അപ്പൊ അതൊരു പിന്നെ ആത്മഹത്യ ചെയ്തു എന്നുള്ള വ്യക്തി ഉണ്ടാവാം. അല്ല, അവൻ സ്വയം ആത്മഹത്യയാവുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുട്ടികളോട് ഏറ്റവും സൗമ്യമായി പെരുമാറുകയും അവരുടെ മാനസികാവസ്ഥ എന്താ മനസ്സിലാക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ട ടീച്ചർമാരാണ് ഇവിടെ കാലന്മാരായിട്ട് മാറിയത് എന്നുള്ളതാണ് സത്യം. ആ കാലന്മാരായി മാറിയതിൽ ഏറ്റവും അധികം എല്ലാവരും നിയന്ത്രിക്കേണ്ട പ്രിൻസിപ്പാൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
ഈ മണ്ഡലത്തിൽ ഇത് നടന്നിട്ട് ഇത്ര ദിവസമായി അവിടുത്തെ MLA-യും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ അവിടെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഈ നിമിഷം വരെ തിരിഞ്ഞു നോക്കിയില്ല. മാത്രമല്ല ഈ പ്രതികളായ ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തില്ലേ? മിനിറ്റുകൾക്കുള്ളിൽ പലരെയും SIT ടീമിനേക്ക് നിയമിക്കുന്ന പിണറായി വിജയൻ, അല്ലെങ്കിൽ വീണ ജോർജ് കണ്ണൂരിൽ പരിക്കേറ്റു എന്ന് പറഞ്ഞിട്ട് കള്ളം ഉണ്ടാക്കി കരിങ്കൊടി വീശിയതിന്റെ പേരിൽ പരിക്കേറ്റു, ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നൊക്കെ കള്ളക്കഥ ഉണ്ടാക്കി ഹോസ്പിറ്റലിൽ കടത്തി. അത് കാണാൻ എത്തിയ പെരുങ്കള്ളനായ ഒരാളിലെ പിണറായി വിജയൻ ആ ഒരു മമതയെങ്കിലും ഈ കുട്ടി തന്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരു കുട്ടിയോട് കാണിക്കണ്ടേ? ഇവിടെയാണ് ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ കണ്ണൂരിൽ തന്നെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലുണ്ടായി. ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള സമയമാണിത്. ആ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഉണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം ധർമ്മടം മണ്ഡലത്തിലാണല്ലോ. ധർമ്മടം മണ്ഡലത്തിലെ ഒരു സ്ഥലമാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ്. വേറെ എവിടെയല്ല. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് പറയുന്നത് ധർമ്മടം മണ്ഡലത്തിലുള്ളതാണ്. അപ്പൊ ഈ മാനേജ്മെന്റുമായിട്ട് പിണറായി വിജയൻ ജബ്ബാർ ഹാജിയുമായിട്ട് ഭയങ്കര ബന്ധമാണ്. ഈ കോളേജ് ശരിക്ക് മിച്ചഭൂമി പ്രകാരമുള്ള ഒരു സ്ഥലമാണ്. അത് അവിടെ മുമ്പ് കറുവപ്പെട്ട കൃഷി ഉണ്ടായ സ്ഥലമാണ്. അത് കയ്യേറിയതാണെന്ന് ഇപ്പൊ റവന്യൂ ലാൻഡ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. ആ കെട്ടിടം നിൽക്കുന്ന സ്ഥലം പോലും അങ്ങനെ ഉണ്ടാക്കി. ഇത് പിണറായി വിജയന്റെ സഹായത്തോട് കൂടിയിട്ടാണ്, പിണറായി വിജയന് കോടികൾ കൈമാറിയിട്ടാണ് ആ കെട്ടിടം അവിടെ കോളേജ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ജബ്ബാർ ഹാജിയും പിണറായി വിജയനും കൂടിയുള്ള ഒരു കൂട്ടുകെട്ടാണ് അവിടെ നടക്കുന്നത്. ആ കോളേജിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും പിണറായി വിജയൻ കൂട്ടി നിൽക്കുകയാണ്. ഇത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകം നടന്നിട്ടും, ഇതൊരു കൊലപാതകമായിരിക്കാം, അല്ലെങ്കിൽ ആത്മഹത്യയാണെങ്കിലും കൊലപാതകമാണല്ലോ. അപ്പൊ ആ നടന്നിട്ടും പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇത്രയും കാലം അവിടെ തിരിഞ്ഞു വെക്കാഞ്ഞത്? അതേസമയത്ത് അവിടെ പ്രതികളായ ആളുകൾ കൃത്യമായി രക്ഷപ്പെട്ട് ഇതുവരെ പിടികൂടാൻ പറ്റിയിട്ടില്ല, കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതിനർത്ഥം തന്നെ പിണറായി വിജയന്റെ സംരക്ഷണയിൽ തന്നെ കൃത്യമായി എവിടെയോ കഴിഞ്ഞുകൂടുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിണറായി വിജയന്റെ മണ്ഡലത്തിൽ ഇങ്ങനത്തെ ഒരു കൊലപാതകം നടന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ അവരെ പിടിച്ച് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിനിറ്റുകളിൽ പിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? സർ, ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അല്ല, അത് തന്നെയാണ് പറയുക. ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഈ കാര്യം നടന്നിട്ട് ഇത്ര ദിവസമായിട്ടും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഒരു പുല്ലും നടന്നിട്ടില്ല എന്ന് പറയുന്ന ഭാഷ തന്നെ ഉപയോഗിക്കാം. അതായത് പിണറായി വിജയൻ ജി സുധാകരനെ ചെറ്റ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പരമചെറ്റയാണ് പിണറായി വിജയൻ എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഈ സംഭവം. കാരണം സ്വന്തം മണ്ഡലത്തിൽ ദളിത് വിദ്യാർത്ഥിക്ക് ഇത്രയും വലിയ കൊലപാതകം നടന്നിട്ടും, ഇത്രയും ഹറാസ്മെന്റ് നടന്നിട്ടും ഇതുവരെ ആ ടീച്ചർമാരെ, ക്രൂരന്മാരായ കൊലപാതകളായ ടീച്ചർമാരെയും പ്രിൻസിപ്പാളെയും തൊടാൻ പോലും ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും ഓരോ കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കുകയാണ്. HOD-യും ആ വകുപ്പ് മേധാവിയും ഒളിവിൽ തന്നെയാണെന്നാണ് ഇപ്പോഴും പറയുന്നത്. അവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് ഒരു ദുരൂഹമായ മരണത്തിൽ നടക്കുന്നത് എന്ന് ഇപ്പോഴും മനസ്സിലായി. പോലീസ് അവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ആപ്പിന്റെ ആൾക്കാരെ മാത്രം അറസ്റ്റ് ചെയ്യുന്നത്. ആപ്പിന്റെ ആൾക്കാരെ ആ സമയത്ത് ഭീഷണിപ്പെടുത്തിയില്ലല്ലോ, അതുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല. അതൊരു കാരണമായിരിക്കാം, അതിന് വിഷമം ഉണ്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ടല്ല അവിടെ മരണം നടന്നത്. അവിടെ നടന്ന പ്രിൻസിപ്പാൾ വിളിച്ചു ചേർത്ത ശേഷമാണ് ഈ മരണം നടന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ആ സമയത്തുണ്ടായ അവരാണ് കുറ്റക്കാർ. ആ കുറ്റക്കാരെന്ന് പറഞ്ഞാൽ കൃത്യമായി CCTV ദൃശ്യങ്ങളിൽ നിന്നും അത് കൃത്യമാക്കാൻ പറ്റും. മാത്രമല്ല കോളേജിന്റെ ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന സമയത്തുള്ള CCTV ദൃശ്യങ്ങളെല്ലാം എടുത്താൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ പറ്റും. മുഴുവൻ CCTV ദൃശ്യങ്ങൾ കോളേജ് ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. അത് പോലീസ് എടുത്തിട്ടുമില്ല. കൊടുക്കണ്ട, പോലീസിന് പിടിച്ചെടുക്കാം. പോലീസ് പിടിച്ചെടുക്കാൻ എന്താ, നമ്മുടെ ക്രൈമിന്റെ ഓഫീസിലൊക്കെ ഇല്ലാത്ത കള്ളക്കേസിന്റെ പേരിൽ ഓഫീസിൽ വന്നിട്ട് CCTV ദൃശ്യങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയില്ലേ? CCTV ദൃശ്യത്തിനടുത്ത് പിണറായി വിജയന്റെ 10,000 കോടിയുടെ അഴിമതി രേഖകളും അതേപോലെ നമ്മുടെ വീണ ജോർജിന്റെ അഴിമതിന്റെ രേഖകളൊക്കെ കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടില്ലേ? മാത്രമല്ല വീണ ജോർജിന്റെ ആളെന്ന് പറഞ്ഞിട്ട് ഒരാൾ എത്തിച്ചെന്ന വീണ ജോർജിൻ്റെതെന്ന് പറയുന്ന വീഡിയോ അല്ലെങ്കിൽ പെൻഡ്രൈവ് തപ്പിയെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ വന്നത്. അപ്പം അതിനൊക്കെ പോലീസിന് കഴിയുമെങ്കിൽ, കള്ളക്കേസ് എടുത്ത് അത് കഴിയുമെങ്കിൽ, യഥാർത്ഥ ഒരു കേസിൽ പിണറായി വിജയന്റെ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് കഴിയാത്തത്? അതാണ് പിണറായി വിജയനും ഈ ജബ്ബാർ ഹാജിയും അതേപോലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അധ്യാപകരെ, പ്രിൻസിപ്പാളിനെ അടക്കം പോലീസ് രക്ഷപ്പെടുത്തുന്നത്. ഇത് എത്ര ദിവസം എന്ന് മാത്രം കരുതിയാൽ മതി. ഈ ഭരണം മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും അവിടെ ദളിത് സംഘടനകൾ ഒറ്റക്കെട്ടായി അവിടെ രംഗപ്രവേശം ചെയ്യുകയും
കേരളത്തെ നടുക്കിയ ക്രൂരമായ ഈ ആത്മഹത്യയോ കൊലപാതകമോ, ഞാൻ കരുതുന്നത് കൊലപാതകം നടന്നു എന്ന് തന്നെയാണ്. ആ കുട്ടിയുടെ പിതാവ് പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ്. കാരണം പ്രിൻസിപ്പാൾ എടുത്തു അമ്മ ശേഷം മാത്രമാണ് കുട്ടി ആത്മഹത്യ ചെയ്തത്. അതിനു മുമ്പ് ആ കുട്ടി ആത്മഹത്യ ചെയ്യില്ല എന്ന് പറയുന്ന എന്ത് സംഭവം ഉണ്ടായാലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളത് നമ്മുടെ. മാത്രമല്ല ആ കുടുംബം പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛന്റെയും അമ്മയുടെയും ബന്ധുക്കളെയും നമ്പർ അവരെ കൈവശമുണ്ട്. അവരെന്തുകൊണ്ട് വിളിച്ചില്ല, വിളിച്ചിട്ട് എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചില്ല. അതൊന്നും പറയാതെ ഈ കുട്ടിയെ അവിടെ എല്ലാ അധ്യാപകരും കൂടി ചേർന്നിട്ട് കശാപ്പ് ചെയ്യുകയായിരുന്നു. ആ കശാപ്പിന്റെ ഭാഗം മാത്രം മാനസികമായി തകർന്ന ആ കുട്ടി ആ സമയത്തെ ഷോക്കിൽ ചിലപ്പോൾ ആത്മഹത്യ ഉണ്ടായിരിക്കാം. ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ സാർ ഇപ്പോൾ വന്നേക്കണം. കാരണം കുട്ടി മുകളിൽ നിന്ന് എങ്ങനെ വീണു എന്നുള്ളതല്ല, വീണ് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്ക് വൈദ്യസഹായം കൊടുക്കുന്നതിൽ വരെ താമസം ഉണ്ടായി എന്നാണ് പറയുന്നത്. അത് വലിയൊരു ഗുരുതരമായ ഒരു വീഴ്ച. അല്ല, അതും വളരെ ഗൗരവമായി തന്നെ CCTV ദൃശ്യങ്ങൾ നമ്മൾ എടുക്കേണ്ടതാണ്. അവിടെ കുട്ടി വീഴുമ്പോഴതും അതിന് മുമ്പത്തതും എല്ലാ CCTV ദൃശ്യങ്ങളും ഇതിന്റെ തെളിവായി എടുക്കേണ്ടതാണ്. എന്തായാലും കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പറയുമ്പോൾ തന്നെ അത് കൊലപാതകമായിട്ട് തന്നെ വ്യാഖ്യാനിക്കാൻ സാധിക്കുമല്ലോ. കുറ്റകൃത്യം അല്ല, അത് കൊലപാതകമാണല്ലോ. തള്ളിവിട്ടു തന്നെ കൊലപാതകമാണല്ലോ. ഇതിനകത്ത് പ്രിൻസിപ്പാളിനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, ഈ 2 ടീച്ചർമാർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എന്തിനെ പിണറായി വിജയൻ അടക്കം എന്നെ പ്രതിയാക്കേണ്ടതാണ്. സാർ അവിടെ വേറൊരു വലിയൊരു ദുരൂഹമായ കാര്യങ്ങൾ ഇപ്പോൾ അവിടുത്തെ സഹപാഠികൾ പറയുന്നുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ കോളേജിന്റെ മാനേജ്മെന്റ് എന്ന് ഞങ്ങൾക്കറിയില്ല. പലപ്പോഴും ഈ മീറ്റിങ്ങുകളിൽ പോലും സംബന്ധിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമായിരിക്കും. യഥാർത്ഥത്തിൽ ഇതിന്റെ മാനേജ്മെന്റ് ആരാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് മെഡിക്കൽ സ്റ്റുഡൻസ് പറയുമ്പോൾ എന്താണ് ഇത്രയും ദുരൂഹത അവിടെ ഉള്ളത് എന്നുള്ളത്. ഒന്ന്, ആ കോളേജിന്റെ കെട്ടിടമടക്കം നിൽക്കുന്നത് മിച്ചഭൂമി സ്ഥലത്താണ്. അനധികൃതമായി കയ്യേറിയതിന് കൂട്ടുനിന്നുള്ള പിണറായി വിജയനാണ്. അതിനെ കോടികളുടെ വില നിശ്ചയിച്ച് പിണറായി വിജയൻ അതിന്റെ ഓഹരി മേടിച്ചു എന്നുള്ളതാണ് അവിടെ നിന്ന് എന്നോട് ചില ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സംഭവം ഇതിനിടയിൽ ഏഷ്യാനെറ്റ് പ്രക്ഷേപണം ചെയ്തിരുന്നു. അതിന്റെ രേഖകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പൂർണ്ണമായിട്ട്. അതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു വീഡിയോ തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ കോളേജുമായി ബന്ധപ്പെട്ട ധാരാളം ദുരൂഹതകൾ വേറെയുമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ പുറത്തു വരുന്ന കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ലെങ്കിലും ചില സെക്സ് റാക്കറ്റുകളുമായി ബന്ധപ്പെട്ട് ചില അധ്യാപകർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത് കൃത്യമായി കയ്യിൽ കിട്ടാതെ എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ആ കോളേജിന് വലിയ ദുരൂഹതകൾ ഉണ്ട്. നമ്മൾ ചെറിയതൊന്നുമല്ല. മയക്കുമരുന്നിന്റെയൊക്കെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ചില അധ്യാപകർ തന്നെ ഇവിടെ ചില ക്രമീകരണങ്ങൾ നടത്തുന്നു എന്നുള്ള ആരോപണങ്ങളുമുണ്ട്. ഇതൊക്കെ തന്നെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടായതുകൊണ്ടാണ് നമ്മൾ പുറത്തുവിടാത്തത്. എന്തായാലും ഒരു കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു, എൻ്റെ കൈവശം കിട്ടിയ ആ കോളേജ് മിച്ചഭൂമി സ്ഥലത്താണ് നിൽക്കുന്നത്. അതിലെ ലാൻഡ് ബോർഡ് ഇപ്പോൾ ആ സ്ഥലം ഒഴിയണമെന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ സത്യസന്ധമാണ്. അതിന്റെ വിവരങ്ങൾ ഇപ്പോൾ അടുത്ത് തന്നെ നമുക്ക് വീഡിയോയിൽ പുറത്തുവിടാൻ പറ്റും. എന്തായാലും ഒരു കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടു. ആ കൊലപാതകത്തിന് ഇവർ കൃത്യമായി ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരെല്ലാവരെയും കണ്ടെത്തണം. മാത്രമല്ല ഇനി കോളേജിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ക്യാമ്പസിലും ഒരു കുട്ടിക്കും ഇത്തരത്തിലൊരു ദാരുണാന്ത്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു നടപടി കൈക്കൊള്ളാൻ വേണ്ടി ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളും ശക്തമായി ഇടപെടും എന്ന് തന്നെയാണ് ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ TP നന്ദകുമാർ സർ ഇപ്പോൾ പറയുന്നത്. ഇത് വീണ്ടും ഈ കുട്ടിയുടെ കുടുംബത്തിനും കുട്ടിക്കും നീതി കിട്ടുന്നവരെ ഈ പോരാട്ടം ഞങ്ങളും തുടരും.